കുട്ടികൾക്കും എല്ലാവർക്കും അതുപോലെ പ്രഗ്നൻസിയിൽ നിർബന്ധമായിട്ട് ഇത് കൊടുക്കണം. 2 നേരം കൊടുക്കണം എന്നാ പറഞ്ഞത്. 400 മില്ലിഗ്രാം പെർ ഡേ. എന്തിനാണെന്ന് പ്രഗ്നൻസിയിൽ 2 കൊടുക്കണേ? കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് 70% നടക്കുന്നത് എവിടെ വെച്ചാൽ അമ്മയുടെ വയറ്റിൽ വെച്ച്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സമയത്ത് അമ്മ ഇത് കഴിച്ചാല് കുട്ടിയുടെ ആരോഗ്യം അല്ലെങ്കിൽ ബ്രെയിനിന്റെ വളർച്ച കൃത്യമായിട്ട് നടക്കുള്ളൂ. കുട്ടി ജനിക്കുമ്പോൾ കറക്റ്റ് ബർത്ത് വെയിറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാവില്ല. ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് രോഗങ്ങളൊന്നും ഉണ്ടാവില്ല. നോർമൽ ഡെലിവറി ആയിട്ട് നടക്കുകയും ചെയ്യും. അപ്പോൾ അവരുടെ IQ ലെവല് ഭയങ്കര ഹൈ ആയിരിക്കും. നിങ്ങളുടെ കുട്ടികളെ സയന്റിസ്റ്റ് ആക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് DHA ടിസ്റ്റും ഗർഭിണി ആയിരിക്കുമ്പോൾ അമ്മമാർക്ക് DHA 200 കൊടുക്കുക. കുട്ടി വലുതായി വരുന്നതനുസരിച്ച് DHAയുടെ മോഡൽ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോ ഇത്രയും വലിയ മിറക്കിൾ, ഇതൊരു വെജിറ്റേറിയൻ പ്രൊഡക്റ്റ് ആണ്. ഇത് മെറൈൻ ആൽഗയാണ് ഇതിന്റെ അകത്തുള്ളത്. പുറത്തുള്ളതിന്റെ കോട്ടിങ് കരാഗ്രിൻ എന്ന് പറഞ്ഞ ചെടിയുടെ സത്താണ്. അപ്പൊ പ്യുവർ വെജിറ്റേറിയൻ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന DHA ടിസ്റ്റ് ആണ് അതിന്റെ ഓക്കെ. അപ്പൊ DHA നമ്മൾ മുതിർന്നവർ കഴിക്കേണ്ടത് ഓർമ്മക്കുറവ്, അൽഷിമേഴ്സ്, ഡിമെൻഷ്യ ഡേഞ്ചർ ആയിട്ടുള്ള രോഗങ്ങളാണ്. അതിനെ നമുക്ക് മാറ്റിയെടുക്കണമെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് അത്യാവശ്യമായിട്ട് മാറ്റുന്ന ഒമേഗ 3 ഇതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് വേണ്ട ഒരു എസെൻഷ്യൽ ഫാറ്റി ആസിഡാണ്. ഓരോ കോശങ്ങളുടെയും കോശഭിത്തി ഉണ്ടാക്കിയിരിക്കുന്നത് ഒമേഗ 3 കൊണ്ടാണ്. അപ്പൊ ഓരോ കോശങ്ങളുടെ കോശഭിത്തി ഒമേഗ 3 കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കണമെങ്കിൽ നമുക്കിത് ഭക്ഷണത്തിലൂടെ കിട്ടുന്നില്ലെങ്കിൽ, നമ്മുടെ ശരീരം ഇത് ഉത്പാദിപ്പിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്താണ് പോംവഴി? നമ്മൾ ന്യൂട്രിചാർജ് വെജ് ഒമേഗ നമ്മൾ സപ്ലിമെന്റ് ആയിട്ട് എടുത്തേ പറ്റൂ. ഇത് നമ്മൾ എടുക്കണം. ഒരു ദിവസം എത്ര എണ്ണം കഴിക്കണം? 1 കഴിച്ചാൽ മതി അല്ലേ? 1 കഴിച്ചാൽ പോരാ. സുരേഷ് സാർ പറഞ്ഞു മിനിമം 3 കഴിക്കണം എന്നാ പറഞ്ഞിരിക്കണം. മിനിമം 3 അല്ലെങ്കിൽ 4. നമ്മുടെ ഡോക്ടർ ആൻഡ്രി സാർ 6 വരെ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അടിപൊളി റിസൾട്ട് ആണെന്ന് കിട്ടാം. പക്ഷെ 1 കഴിച്ച് ചിലപ്പോൾ റിസൾട്ട് കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയില്ല എന്ന് വരും. അത് പ്രൊഡക്റ്റിന്റെ കുഴപ്പമല്ല നമ്മുടെ. കാരണം രക്തക്കുഴലുകളിലൂടെ രക്തത്തിന്റെ കട്ടി കുറയ്ക്കാൻ, നല്ല കൊളസ്ട്രോളിനെ കൂട്ടാൻ, ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ, ഹൃദയത്തിന്റെ ആരോഗ്യത്തിന്, ബ്രെയിനിന്റെ ആരോഗ്യത്തിന്, സ്ട്രോക്ക് വരാതിരിക്കാൻ, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാൻ, BP-നെ കുറയ്ക്കാൻ, ഷുഗറിനെ കുറയ്ക്കാൻ. ചിലർക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. ഇപ്പൊ ന്യൂട്രിചാർജ് വുമൺ കൊടുത്താലും പറയും ക്ഷീണം മാറിയില്ല. ന്യൂട്രിചാർജ് ഒമേഗ കൊടുക്കണം. കാരണം ഇന്ന് 95% ഇന്ത്യക്കാർക്കും ഒമേഗ 3 ഡെഫിഷ്യൻസി ഉണ്ട്. പിന്നെ സ്കിന്നിന്റെ ആരോഗ്യത്തിന്, നഖത്തിന്റെ ആരോഗ്യത്തിന്, മുടിയുടെ ആരോഗ്യത്തിന്, ജോയിന്റിന്റെ സ്റ്റിഫ്നെസ് മാറാം. ആർത്രൈറ്റിസ് പേഷ്യൻസിന് ഒമേഗ 3 മിറക്കിൾ റിസൾട്ട് കൊണ്ടുവരും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്കത് കൊടുക്കാം. വെജിറ്റേറിയൻ ആണ് നമ്മുടെ ഒമേഗ 3. അതിന്റെ അകത്ത് ഫ്ലാക്സീഡ് എന്നുള്ള ഓയിലാണ്. പുറത്തെ കോട്ടിങ് എന്താണ്? കരാഗൻ എന്ന് പറഞ്ഞ ചെടിയുടെ കോട്ടിങ് ആണ്. ടോട്ടൽ 420 ഒമേഗ ഉണ്ടെങ്കിലും അതിനകത്ത് ഒമേഗ 3 വരുന്നത് എത്ര മില്ലിഗ്രാമാ? 250 മില്ലിഗ്രാം ആണ്. നമുക്കൊരു ദിവസം മിനിമം